ദളിതർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ വി.കെ. സിംഗ് മാപ്പ് പറഞ്ഞു. ഹരിയാന സംഭവത്തെ പട്ടികളോട് ഉപമിച്ച പരാമർശത്തിലാണ് മന്ത്രി മാപ്പ് പറഞ്ഞത്. വിവരങ്ങളുമായി മനു ശങ്കർ ടെലിഫോണിൽ ചേരുന്നു. വാർത്ത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, RSS പിന്തുണയോടെ ഹരിയാനയിൽ ദളിത് കുടുംബത്തിലെ 2 പിഞ്ചു കുട്ടികളെ ചുട്ടുവന്ന സംഭവത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കൂടിയായിരുന്ന വി.കെ. സിംഗ് വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. പട്ടികളെ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഉത്തരവാദികളാകുന്നത് എങ്ങനെയെന്നും ഫരീദാബാദ് ആക്രമണത്തിന്റെ ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരാണെന്നും വി.കെ. സിംഗ് വ്യക്തമാക്കിയിരുന്നു. ദുർബലരും പാവങ്ങളുമായ കുടുംബത്തോടുള്ള ചിലരുടെ മനോഭാവമാണ് ഫരീദാബാദിൽ ഉണ്ടായത്. ഇത്തരം സംഭവങ്ങളെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുത്തരുതെന്നും മുൻ കരസേനാ മേധാവി കൂടിയായ വി.കെ. സിംഗ് പറഞ്ഞിരുന്നു. എന്തെങ്കിലും തരത്തിൽ ആക്രമണത്തെ അപലപിക്കാൻ വി.കെ. സിംഗ് തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. അതേസമയം ആ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നത്. കോൺഗ്രസും പ്രതിപക്ഷം CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ദളിതരെ അപമാനിച്ച പേരിൽ വി.കെ. സിംഗിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് വരെയുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് തന്നെ വി.കെ. സിംഗ് രാജിവെക്കണമെന്ന ആവശ്യം രാജ്യവ്യാപകമായി ഉയരുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് വി.കെ. സിംഗ് രംഗത്തെത്തിയിരിക്കുന്നത്. താൻ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടുകയായിരുന്നു എന്നുമാണ് വി.കെ. സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ഒരു പട്ടാളക്കാരനാണ്, അതിനാൽ തന്നെ ജാതിയും മതവും നോക്കാതെയുള്ള പ്രസ്താവനകളാണ് താൻ നടത്താറുള്ളതെന്നും ഈ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നും മറ്റുമുള്ള അടിസ്ഥാനമില്ലാത്ത ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തടിയൂരിക്കൊണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വി.കെ. സിംഗ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മാപ്പ് പറച്ചിലൂടെ കേന്ദ്ര മന്ത്രിസഭയിലെ സ്ഥാനം തെറിക്കാതിരിക്കുന്നതിനുള്ള അടവ് പയറ്റുകയാണ് വി.കെ. സിംഗ് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളും തുടർന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. ധന്യ. വിവാദ പരാമർശങ്ങളിൽ കേന്ദ്രമന്ത്രി വി.കെ. സിംഗ് മാപ്പ് പറഞ്ഞു. വിശദാംശങ്ങളാണ് മനു ശങ്കർ നൽകിയത്. മോദി ഭരണത്തിൽ രാജ്യത്ത് ദളിതർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ വൻ വർധന. 10,000-ൽ പരം കേസുകളുടെ വർധനയാണ് ഇക്കഴിഞ്ഞ വർഷം ഉണ്ടായത്. 2014-ൽ മാത്രം ഹരിയാനയിൽ 21 ദളിതരാണ് സംഘപരിവാർ പിന്തുണയുള്ള മേൽജാതിക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതാണ് കണക്കുകൾ. NDA അധികാരത്തിലേറിയ ശേഷം ദളിതർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ വൻ വർധന ഉണ്ടായെന്നതിന്റെ രേഖകളാണ് പുറത്തുവന്നത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതാണ് കണക്കുകൾ. ദളിതർക്ക് നേരെ 33,655 കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നത് 2014 ആയപ്പോഴേക്കും 47,064 വർദ്ധിച്ചു. 10 സംസ്ഥാനങ്ങളിൽ 24% ദളിത് ആക്രമണ കുറ്റകൃത്യങ്ങളിലെ വർധന. എല്ലാ സംസ്ഥാനങ്ങളിലും ദളിതർക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിക്കുകയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജസ്ഥാൻ, ഹരിയാന, UP, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളാണ് ദളിത് ആക്രമണത്തിന്റെ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ. UPയിൽ 12,000-ഓളം കേസുകൾ രേഖപ്പെടുത്തി. രാജസ്ഥാനിൽ ഇക്കഴിഞ്ഞ വർഷം മാത്രം 66% ദളിതർക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. മധ്യപ്രദേശിൽ 49% കുറ്റകൃത്യങ്ങൾ ഉയർന്നു. കേരളത്തിൽ 26%-ഓളം ദളിത് ആക്രമണങ്ങളുടെ വർധനവും രേഖപ്പെടുത്തി. ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം 32%-ഓളം വർദ്ധിച്ചതായും ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ദളിത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയ പേരിൽ 2233 കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തിൽ വിശദീകരണം നൽകാൻ DGP ജേക്കബ് തോമസിന് ചീഫ് സെക്രട്ടറിയുടെ നോട്ടീസ്. അവധിയായതിനാൽ ജേക്കബ് തോമസ് നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല. അതേസമയം അഖിലേന്ത്യാ സർവീസ് റൂൾ പ്രകാരം വകുപ്പ് മേധാവിമാർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും പല പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ വാർത്താസമ്മേളനം നടത്തുന്നതും വിശദീകരണത്തിൽ ജേക്കബ് തോമസ് ചൂണ്ടിക്കാട്ടും. സർക്കാരിന് അപകീർത്തി ഉണ്ടാക്കും വിധം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ഇടയാക്കിയ സാഹചര്യം വിശദീകരിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ സർക്കാരിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ അനുമതി ഉണ്ടായിരുന്നോ എന്ന് ജേക്കബ് തോമസ് വിശദീകരിക്കണം. വിശദീകരണക്കുറിപ്പ് ആഭ്യന്തര സെക്രട്ടറി വഴി DGP സെൻകുമാറിൻ്റെ ഓഫീസിലെത്തി. അഖിലേന്ത്യാ സർവീസ് റൂൾ 14, 16 വകുപ്പുകൾ പ്രകാരം വകുപ്പ് തലവന്മാർക്ക് വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല. എന്നാൽ സർക്കാരിൻ്റെ നയങ്ങളെയോ നടപടികളെയോ വിമർശിക്കാൻ പാടില്ല. സംസ്ഥാന പോലീസ് സേനയിലെ DGP റാങ്കിലുള്ള ജേക്കബ് തോമസിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലെങ്കിലും വാർത്താ സമ്മേളനം വിളിക്കാം. വകുപ്പ് തലവന്മാരാരെന്ന് നിർവചിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഗവൺമെൻറ് ഓർഡർ ജേക്കബ് തോമസിന് പിടിവള്ളിയാവും. വിവാദങ്ങൾക്കിടെ ദില്ലിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ജേക്കബ് തോമസ് 3 ദിവസത്തെ അവധി അപേക്ഷ നൽകി. സംസ്ഥാന സേനയിലെ കളങ്കരഹിത പ്രതിച്ഛായുള്ള ജേക്കബ് തോമസിന് വേണ്ടി IPS ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വരാത്തതിൽ ജൂനിയർ ഓഫീസർമാർക്ക് കടുത്ത അസംതൃപ്തിയുണ്ട്. ജീവൻകുമാർ, തിരുവനന്തപുരം. രാജ്യത്തെ ആരോഗ്യമേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നെന്ന് അന്താരാഷ്ട്ര ആരോഗ്യ പ്രസിദ്ധീകരണം. മോദി സർക്കാരിന്റെ ആരോഗ്യ നയങ്ങൾ പൂർണ്ണ പരാജയമെന്നും ജനസംഖ്യ വർധനവിന് പരിഹാരം കാണുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നും പ്രസിദ്ധീകരണത്തിൽ കുറ്റപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര ആരോഗ്യ പ്രസിദ്ധീകരണമായ ലാൻസെറ്റിലാണ് മോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്.
കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ നയങ്ങളെ തുടർന്ന് രാജ്യത്തെ ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് അന്താരാഷ്ട്ര ആരോഗ്യ പ്രസിദ്ധീകരണത്തിൽ വ്യക്തമാക്കുന്നു. പ്രശസ്ത ആരോഗ്യ പ്രസിദ്ധീകരണമായ ലാൻസെറ്റിലാണ് ലോക പ്രശസ്ത ആരോഗ്യ വിദഗ്ധർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പൊതു ആരോഗ്യ മേഖലയെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാതെ നശിപ്പിക്കുകയാണെന്ന് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ജനസംഖ്യാ വർധനവിന് പരിഹാരം കാണുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതിനാൽ വലിയ പ്രതിസന്ധിയാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് പ്രയോജനകരമാകുന്ന പുതിയ പദ്ധതികളോ നയങ്ങളോ നടപ്പാക്കിയിട്ടില്ലെന്നും പ്രസിദ്ധീകരണത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ശിശുമരണത്തിനും HIV രോഗബാധ തടയുന്നതിനും വേണ്ട പ്രായോഗിക പദ്ധതികൾക്കുള്ള ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് രാജ്യത്തെ ആരോഗ്യരംഗത്തെ തകർക്കുന്നുവെന്നും വിദഗ്ധർ കുറ്റപ്പെടുത്തുന്നു. രാഷ്ട്രീയ നേട്ടത്തിനായി മാത്രം മോദി ആരോഗ്യ മേഖലയെ കാണുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നെന്നും അന്താരാഷ്ട്ര പ്രസിദ്ധീകരണത്തിൽ വ്യക്തമാക്കുന്നു. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പയർ, പരിപ്പ്, ഉഴുന്ന് തുടങ്ങി 9 ഇനങ്ങളുടെ വില സപ്ലൈകോ വർദ്ധിപ്പിച്ചു. 20% മുതൽ 30% വരെയാണ് വില വർധനവ്. കാർഡ് ഒന്നിന് വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് പകുതിയാക്കി കുറച്ചെങ്കിലും വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ചു. ഉത്തരവ് പ്രകാരം 9 ഇനങ്ങളുടെ വില 20% മുതൽ 30% വരെ വർദ്ധിക്കും. പയർ, ഉഴുന്ന്, കടല, പരിപ്പ് തുടങ്ങിയ അവശ്യ സാധനങ്ങൾക്കുള്ള വിപണി വിലയാണ് സപ്ലൈകോ വർദ്ധിപ്പിച്ചത്. സബ്സിഡി നിരക്കിന് പുറമേ വാങ്ങുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇനി ഉയർന്ന വില നൽകേണ്ടി വരും. കഴിഞ്ഞ 15-ന് പുറത്തിറക്കിയ ഉത്തരവ് അടിയന്തരമായി നടപ്പിലാക്കാൻ മാനേജിംഗ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ഇതോടെ ഈ ഉൽപ്പന്നങ്ങളുടെ സപ്ലൈകോയിലെ സബ്സിഡിക്ക് പുറമെയുള്ള വില പൊതുവിപണിക്ക് ഒപ്പമെത്തും. പൊതുവിപണിയിലെ വിലക്കയറ്റത്തിന് ഇത് ആക്കം കൂട്ടുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ കാർഡ് ഒന്നിന് വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ അളവ് പകുതിയാക്കി സപ്ലൈകോ വെട്ടിക്കുറച്ചു. ഉഴുന്നുപരിപ്പ്, തുകരപ്പരിപ്പ്, മുളക് എന്നിവയുടെ അളവാണ് പകുതിയാക്കി കുറച്ചത്. ഉത്തരവ് പ്രകാരം കാർഡ് ഒന്നിന് 1 കിലോഗ്രാം ലഭിച്ചിരുന്ന ഈ ഉൽപ്പന്നങ്ങൾ 1/2 കിലോഗ്രാമായാണ് കുറച്ചത്. നടപടി വിവാദമായതോടെ ഉത്തരവ് പിൻവലിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. എന്നാൽ വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിച്ചിട്ടില്ല. ഏതായാലും പൊതുവിപണിയിൽ ഇടപെട്ട് വില നിയന്ത്രിക്കേണ്ട സപ്ലൈകോയുടെ നടപടി വിലക്കയറ്റത്തിന് ആക്കം കൂട്ടുന്നതാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF BJP സഖ്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. 30% സീറ്റുകളിൽ BJP മത്സരിക്കാത്തത് ഇതിന് തെളിവെന്നും കോടിയേരി കാസർകോട്ട് പറഞ്ഞു. അതേസമയം തീവ്രവാദ പ്രവർത്തനത്തോട് ലീഗ് മൃദു സമീപനം പുലർത്തുന്നുവെന്ന് പന്ന്യൻ രവീന്ദ്രൻ കുറ്റപ്പെടുത്തി. മത്സരം കേരളത്തിൽ നടക്കുന്നത് ഇടതുപക്ഷ മുന്നണിയും UDF തമ്മിലാണ് മത്സരം നടക്കുന്നത്. എന്നാൽ BJP ഒരു ശക്തിയാണെന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്നിട്ട് ഇടതുപക്ഷം തോൽപ്പിക്കാൻ ഒട്ടേറെ സ്ഥലങ്ങളിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്ത 30% സീറ്റിൽ BJPക്കാർ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? അവരത് പ്രഖ്യാപിക്കണ്ടേ? ആ 30% സീറ്റുകളിൽ BJPയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടാക്കാൻ പോകും. മറ്റ് സ്ഥലങ്ങളിൽ അവർ തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ടിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു പരസ്പര സഹായ മുന്നണിയാണ് UDFും മൂന്നാം മുന്നണിയും. പഴയ കാലത്തെ ലീഗിൻ്റെ സമീപനമല്ല ഇപ്പോഴ്. കാരണം ലീഗ് കേരളത്തിൽ ഈ തീവ്രവാദത്തിനെതിരായി ശക്തമായി ഒരു നിലപാടെടുത്ത സംഘടനയാണ്. സമീപകാലത്തായി തീവ്രവാദ പ്രശ്നങ്ങളിൽ ലീഗ് മൃദു സമീപനമാണ്. ആ മൃദു സമീപനമാണ് പ്രശ്നം. കാന്തപുരത്തെക്കാളും കൂടുതൽ ശക്തിയായി പറഞ്ഞ ആളാണ് ശ്രീ വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിൻ്റെ സ്ഥിതി എന്തേത്? വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ഘോഷയാത്രയായിരുന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികളും. ഇപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടോ? എന്താ പോകാത്തത്? ആ സ്ഥിതി മാത്രം കണക്കിലെടുത്താൽ മതി. അതേ കാന്തപുരവും മനസ്സിലാക്കണം. കാന്തപുരത്തുള്ള ഏറെ ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും രാഷ്ട്രീയ കക്ഷികളെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ല. അത് അദ്ദേഹം ആലോചിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. RSS ഉമ്മൻചാണ്ടി വെള്ളാപ്പള്ളി അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും ഇത് കേരളത്തിലെ മതനിരപേക്ഷതയെ താളം തെറ്റിക്കുമെന്നും പിണറായി വിജയൻ. കേരളത്തിൽ മുൻപ് നടന്ന കോലീബി സഖ്യത്തെ തള്ളിക്കളഞ്ഞവരാണ് കേരളത്തിലെ മതനിരപേക്ഷവാദികളായ പ്രബുദ്ധ സമൂഹമെന്നും പിണറായി പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി, RSS, വെള്ളാപ്പള്ളി RSS ഇതെല്ലാം കൂടിയുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്തിന് എന്നത് നാം തിരിച്ചറിയണം. അത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത കാവത്തേൽപ്പിക്കാനാണ്.